രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റ് ബോക്സിൽ നിറഞ്ഞ വി ഡി സതീശൻ. കേരളത്തിലെ UDF തരംഗ വിജയത്തിൽ അഭിനന്ദനം അറിയിച്ച മെയ് 4 പോസ്റ്റിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുള്ള കമന്റുകളുടെ പ്രവാഹം 1.5 ലക്ഷത്തോളം കമന്റുകളാണ് ഇതുവരെ വന്നത്. രാഹുൽ ഗാന്ധിയുടെ ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതികരണങ്ങളായിരിക്കും ഇത്. വി ഡി സതീശൻ മാത്രമാണ് മുഖ്യമന്ത്രിയാകാൻ അർഹൻ. ജനം അർഹിച്ച വിശ്വാസത്തെ നിരാശപ്പെടുത്തരുത്. മുഖ്യമന്ത്രിയായി ജനം ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ മാത്രമല്ല ഏതൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ വി ഡി സതീശന് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ മാത്രമാണ്. ഈ പോസ്റ്റുകളുടെയൊക്കെ അടിയിൽ ആയിരക്കണക്കിന് ആൾക്കാരല്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് കമന്റ് ഇടുന്നത്. ഈ അനുകൂലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു പാർട്ടിയിൽപ്പെട്ടുള്ള ആൾക്കാർ മാത്രമല്ല, കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ആൾക്കാർ മാത്രമല്ല, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവരായിക്കോട്ടെ, ഈവൻ പ്രതിപക്ഷത്ത് നിൽക്കുന്നവരായിക്കോട്ടെ, അങ്ങനെ സമൂഹത്തിന്റെ ഓരോ കോണിലുള്ളവരും വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അനുകൂലമായിട്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ പ്രതിഷേധ പ്രകടനങ്ങൾ വരെ നടക്കുന്നു. പല ജില്ലകളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. എന്നാൽ ഇതിനോടൊരു അനുകൂലമായിട്ടുള്ളൊരു നിലപാടല്ല ഹൈക്കമാൻഡ് സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് വലിയ വീഴ്ചയാകും, അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കുമാണ് മാന്യത, അല്ല ഹൈക്കമാൻഡോ MLA മാരോ തീരുമാനിക്കുന്നതല്ല. ഇത് ഇവർ മറന്നു പോവാണ്. ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഇന്ത്യയുടെ അല്ലെങ്കിൽ ജനഹിതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം പറയുന്നൊരു കാര്യമാണ്, ജനങ്ങളുടെ ഒപ്പമാണ്, ജനഹിതത്തിന്റെ ഒപ്പമാണ് ഞങ്ങൾ, ജനങ്ങൾ പറയുന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിച്ചാൽ മാത്രം പോരാ, ജനങ്ങളുടെ അഭിപ്രായമാണ് മാനിക്കേണ്ടത്. ഇതേ ആൾക്കാർ തന്നെ, ഈ കോൺഗ്രസിൽ പെട്ടിട്ടുള്ള ഇതേ ആൾക്കാർ തന്നെയാണല്ലോ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് MP മാര് മത്സരിക്കേണ്ട, MP മാരുടെ സ്ഥാനത്ത് നിന്നാൽ മതി, MP മാരായിട്ട് തന്നെ തുടർന്നാൽ മതി എന്ന് പറഞ്ഞത് ഇവർ തന്നെയാണ്. അടൂർ പ്രകാശിനെ പോലെയുള്ള MP മാര് മത്സരിക്കാൻ തയ്യാറായിരുന്നു, അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് തഴഞ്ഞു, അത് നിഷേധിച്ചു. ഒരു MP മാര് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ മത്സരിച്ച് ജയിച്ചതിന് ശേഷം ഒരു MP യെ കൊണ്ടുവരുന്നു. അത് എവിടുത്തെ നിയമമാണ്? കെ സി വേണുഗോപാൽ MP ആയിട്ട് തുടർന്നാൽ മതി, അയാളെ MP ആയിട്ടാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടത്. അപ്പൊ ആ ജനങ്ങളുടെ മണ്ടയ്ക്കടിച്ചുകൊണ്ട് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? കെ സി വേണുഗോപാലിനെ മന്ത്രിയാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇനി ഒരു ഇലക്ഷനും കൂടി വെക്കേണ്ടി വരും. MP ആയിട്ട് വിട്ട് നാട്ടുകാരുടെ തലക്കടിച്ചുകൊണ്ട് അയാൾ രാജിവെക്കുന്നു, അതിനുശേഷം പിന്നെ MLA ആയിട്ട് മത്സരിക്കുന്നു. ആ സമയത്ത് അയാൾ ജയിച്ചില്ലെങ്കിലോ? അപ്പൊ ജനങ്ങളെ മൊത്തത്തിൽ നിങ്ങൾ എന്തുവാണ്, മണ്ടന്മാരാക്കുവാണോ, കഴുതകളാക്കുവാണോ? ജനങ്ങളെ മണ്ടന്മാരും കഴുതകളും ആക്കിയത് കൊണ്ടാണ് പ്രതിപക്ഷത്ത്, ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്, അതായത് കഴിഞ്ഞ വർഷം നമ്മളെ ഭരിച്ചിരുന്ന ഗവൺമെന്റിന് തിരിച്ചടി കിട്ടിയത് അവർ ജനങ്ങളെ മണ്ടന്മാരാക്കിയത് കൊണ്ടാണ്. LDF സർക്കാരിന് ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയത് അതുകൊണ്ടാണ്. ജനങ്ങളെ അടച്ചാക്ഷേപിച്ച് ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കാൻ അവർ ശ്രമിച്ചു. ജനഹിതം അവർ മാനിച്ചില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി കിട്ടിയത്. ആ തിരിച്ചടി കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായത്. അപ്പൊ ജനങ്ങളെ ഒപ്പം നിർത്താനല്ലേ ശ്രമിക്കേണ്ടത്? മാത്രമല്ല വി ഡി സതീശന് വേണ്ടിയിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരെ പിരിച്ചുവിടുന്നു, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്. ഈ കെ സി വേണുഗോപാൽ, ഓക്കെ, നിങ്ങൾ പറയുന്നതനുസരിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഈ ഇലക്ഷൻ സമയത്ത് മുങ്ങിക്കൊണ്ടിരുന്ന പാർട്ടിയുടെ നേതൃസ്ഥാനം ഏറ്റെടുത്ത് അയാളുടെ ലീഡർഷിപ്പിലും അയാളുടെ ലോജിക്കിലും ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ജയം ഉണ്ടാക്കിയെടുത്തത്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അഫ്കോഴ്സ് LDF-നെതിരായിട്ടുള്ളൊരു ജനഹിതം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരാൾ നേതൃസ്ഥാനത്ത് നിന്ന് പാർട്ടിയെ ജയിപ്പിച്ചെടുത്ത സമയത്ത് ഇപ്പൊ അയാളെ കറിവേപ്പില പോലെ എടുത്ത് തള്ളിക്കളയുവാണ്. വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇപ്പം ഒരുപാട് ആൾക്കാർ അയാളെ പറ്റിയിട്ടുള്ള നെഗറ്റീവുകൾ പറയുന്നുണ്ടാകും. വാട്ട് എവർ, ജനങ്ങൾക്ക് ആവശ്യം അയാളെയാണ്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇവര് ഈ സത്യത്തിൽ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാർട്ടിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, പൊളിറ്റീഷ്യന്മാരായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ജനാധിപത്യം എന്താണ് എന്നുള്ളത് അവർ മനഃപൂർവ്വം മറന്നിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഒരിക്കലും വിഡ്ഢികളാകാൻ പാടില്ല. അതിപ്പോൾ നിങ്ങൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ വിഡ്ഢികളാകാൻ പാടില്ല. ഈ നേതാക്കന്മാർ പറയുന്നത് കണ്ണുടച്ച് വിശ്വസിക്കാതിരിക്കുക. ജനാധിപത്യത്തിന്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് എന്താണ്? ഞാനിപ്പോൾ കുറേ വീഡിയോസിലായിട്ട് പറയുന്നുണ്ട്. ജനങ്ങളുടെ ആധിപത്യമാണ്, ജനങ്ങളുടെ കയ്യിലാണ് പവർ. നമ്മൾക്കാണ് നമ്മളെ ആര് റെപ്രസെന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുള്ളത് നമ്മൾക്കാണ്. അങ്ങനെ നമ്മൾ തീരുമാനിച്ച് നമ്മൾ MLA-മാരെ സെലക്ട് ചെയ്ത് വിട്ടു. ഭൂരിപക്ഷം MLA-മാരായിട്ടുള്ള പാർട്ടിയാണ് UDF. അപ്പൊ ഭൂരിപക്ഷം MLA-മാർ അവർക്കാണ് ഉള്ളത് കൊണ്ട് തന്നെ അവരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്, നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത് അവരാണ്. അപ്പൊ ഈ MLA-മാരിലുള്ള ആൾക്കാരെ വേണം എന്താക്കാൻ,
മുഖ്യമന്ത്രിയാക്കാൻ. അതിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉള്ളത്, ജനങ്ങൾക്ക് ഇതിന്റെ താല്പര്യമാണ്, ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉള്ളതും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതും വി ഡി സതീശനാണ്. അത് ജനങ്ങൾ പല രീതിയിൽ ഇപ്പോൾ തന്നെ അറിയിച്ചു കഴിഞ്ഞു. കമന്റ്സുകളിലൂടെ ആയിക്കോട്ടെ, പ്രതിഷേധത്തിലൂടെ ആയിക്കോട്ടെ, പോസ്റ്റുകളിലൂടെ ആയിക്കോട്ടെ, പല രീതിയിൽ അറിയിച്ചു കഴിഞ്ഞു. ഇപ്പം വലിയ വലിയ നേതാക്കന്മാർ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറയുന്നു ഞങ്ങൾക്ക് അതൃപ്തിയുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ട്. ഇത് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടു. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പല രീതിയിലുള്ള പോസ്റ്റുകളുണ്ട്. സോഷ്യൽ മീഡിയ അല്ലല്ലോ തീരുമാനിക്കുന്നത്, സോഷ്യൽ മീഡിയ അല്ല തീരുമാനിക്കുന്നത്, പക്ഷെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റുകൾ ഇടുന്നത് ആരാണ്? ജനങ്ങളാണ്. നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കരുത്. 1-2 പോസ്റ്റുകൾ മാത്രമല്ല വന്നേക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് പോസ്റ്റുകളാണ്. അതെല്ലാം കൂടെ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാരാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് റീൽസ്, വീഡിയോസ്, ഓരോ ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കുന്നു. ഈവൻ ഒന്നും വേണ്ട, ഈ വാർത്തകളുടെയൊക്കെ അടിയിൽ വരുന്ന കമന്റ്സ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓരോ വാർത്തയുടെ അടിയിൽ വരുന്ന കമന്റ്സ് നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ജനഹിതം മനസ്സിലാവും. ജനഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന പാർട്ടി ആരാണോ, ജനഹിതം അറിഞ്ഞ് ഭരിക്കുന്നത് ആരാണോ, അവരുടെ ഒപ്പമേ ജനങ്ങൾ നിൽക്കത്തുള്ളൂ. കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പൊ കോൺഗ്രസ് എല്ലായിടത്തും ഒന്നും പൊക്കോണ്ടിരിക്കുകയാണ്, കോൺഗ്രസിന് വലിയ ഇതില്ല എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങളെ ഒപ്പം നിർത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ല ജനങ്ങൾക്കിട്ട് പണി കൊടുക്കാനല്ല, ജനങ്ങളെ പുറകിൽ നിന്ന് കുത്താനല്ല, പല രീതിയിൽ പുറകിൽ നിന്ന് കുത്താനല്ല. പുറകിൽ നിന്ന് കുത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ മൊത്തത്തിൽ കൈവിടും. കേരള ജനത ഭയങ്കര വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. ഓക്കെ, അവരുടെ അടുത്ത് നിങ്ങളുടെ ഈ ഒരു സ്ട്രാറ്റജി ഒന്നും നടക്കത്തില്ല. അവരെ നിങ്ങൾ പൊട്ടന്മാരാക്കി കഴിഞ്ഞാൽ കേരള ജനത കാലെ ചവിട്ടി പുറത്തും കിട്ടും. അതിപ്പോൾ എത്ര വലിയ സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും. ഈ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ച സമയത്തൊക്കെ പറഞ്ഞത് നിങ്ങളുടെ വാക്കാണ് എനിക്ക് ഇത് മുദ്രാവാക്യം, നിങ്ങൾ എന്ത് പറയുന്നോ അതാണ് ഞാൻ അംഗീകരിക്കുന്നത്. നിങ്ങളുടെ ഹൈക്കമാൻഡിന്റെയോ നിങ്ങളുടെ ഗ്രൂപ്പിന്റെയോ അതല്ല വേണ്ടത് ഞങ്ങൾക്ക്. നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാവും, നിങ്ങൾക്ക് ഹൈക്കമാൻഡ് ഉണ്ടാവും, നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള ഗ്രൂപ്പുകളും പോരുകളും ഒക്കെ ഉണ്ടാവും. അതൊന്നും ഞങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ജനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഗ്രൂപ്പിൽ തീരുമാനിക്കുന്ന ഒരാളെ ഇന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അത് എവിടുത്തെ നിയമമാണ്? ഞങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങൾക്ക് അതിന് താല്പര്യമില്ല. ജനങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾ അറിയേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ പാർട്ടിക്കകത്ത് മാത്രമുള്ള പ്രശ്നമാണ്. അത് നിങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ജനങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇത്രയും നാളും എംപിമാരെ മത്സരിപ്പിക്കട്ടെ, ഇലക്ഷൻ വന്ന സമയത്ത് എംപിമാരെ മത്സരിപ്പിക്കട്ടെ, എംപിമാരുടെ സ്ഥാനത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഒരു എംപിയെ കൊണ്ടുവരുന്നു മുഖ്യമന്ത്രിയാക്കാൻ. അയാൾ ജയിച്ചില്ലെങ്കിൽ നിങ്ങൾ നാണം കെടാൻ പോകുന്നത് ഏത് രീതിയിലായിരിക്കും? അയാൾ ജയിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഇപ്പൊ ഇത്രയും അധികം ജനങ്ങൾ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അയാൾ ജയിക്കാനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട്? അയാൾ ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ മുമ്പിലായിരിക്കും നാണം കെടുന്നത്? പ്രതിപക്ഷത്തിന് മുമ്പിൽ. നിങ്ങളെ ജയിപ്പിച്ച ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നാണം കെടുകയാണ്, സ്വയം പരിഹാസ്യരാകാൻ ശ്രമിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ ഒരു അധപ്പതനത്തിനൊരു മെയിൻ റീസൺ ഇതാണ്. തമ്മിത്തല്ല്, പോര്, അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്നു. ഇത്രയ്ക്ക് ആലോചിക്കേണ്ട പോലും കാര്യമില്ല. ഒരാളെ നേതൃസ്ഥാനത്ത് നിർത്തിയിട്ട് അയാൾ കാരണം ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ കാരണമാണ് ജയിച്ചത്. വേറെ ഏത് വലിയ കൊലകൊമ്പനുണ്ടോ, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേതാവുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ രമേശ് ചെന്നിത്തല, അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആണ്, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണ് എന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല നേതൃസ്ഥാനം ഇട്ടെറിഞ്ഞിട്ട് പോയതാണ്, എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിലൂടെ അവസാനിച്ചു അദ്ദേഹത്തിന്റെ യോഗ്യതയും. അപ്പൊ ഇതൊക്കെ കാര്യങ്ങൾ ജനങ്ങളുടെ രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യാർത്ഥം നടത്താൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം.